നമസ്കാരം. ജൈവ കൃഷി രീതിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ മണ്ണിനും കൃഷിക്കും പുതുജീവൻ നൽകുന്ന ഒന്നാണ് ജീവാമൃതം. ജീവാമൃതം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സൂക്ഷ്മാണുക്കളുടെ ഒരു ശേഖരം തന്നെയാണ് ജീവാമൃതം. ഇത് മണ്ണിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഞാനിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കാക്കൂരിൽ സതീഷ് കുമാർ എന്ന ജൈവ കർഷകനോടൊപ്പമാണ്. അദ്ദേഹം നമുക്കായി ജീവാമൃതം നിർമ്മിക്കുന്നതിൻ്റെ രീതികൾ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് 20 ലിറ്റർ ജീവാമൃതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടത് ആദ്യം നാടൻ പശുവിൻ്റെ ചാണകം, കൂടാതെ ഗോമൂത്രം 1 ലിറ്റർ, ചാണകം ഒരു കിലോ ആണ് വേണ്ടത്. പിന്നെ 200 ഗ്രാം കടലപ്പൊടി അല്ലെങ്കിൽ ചെറുപയർ പൊടി അരച്ചതായാലും മതി, എന്നാലും 200 ഗ്രാം കണ്ടൻറ്റ് വേണം. പിന്നെ 200 ഗ്രാം ശർക്കര പൊടിച്ചത് നമുക്ക് ഇളക്കി ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അലിയിച്ചോ ഒക്കെ ചേർക്കാം. ഇതിപ്പം പൊടിച്ചതാകുമ്പോൾ ഇളകി കിട്ടാമല്ലോ. പിന്നെ വേണ്ടത് ഒരു പിടി മണ്ണ്. നമ്മൾ എവിടെയാണോ കൃഷി ചെയ്യുന്നത് അവിടുത്തെ ഒരു പിടി മണ്ണ്, അത്രേ ഇതിന് വേണ്ടുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ഈ ചാണകം ഒന്ന് ഈ വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കുക. കുഴമ്പ് രൂപത്തിലാക്കിയാൽ ആദ്യം തന്നെ ഇളക്കാനൊക്കെ ഇതുണ്ടാവും. നന്നായിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല ചണ്ടികളൊക്കെ ഒന്ന് ഒഴിവാക്കി ഇളക്കിയെടുക്കാം. കടലപ്പൊടി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആദ്യം കുഴമ്പ് രൂപത്തിലാക്കി കുഴച്ചെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ അതിൻ്റെ പൊടി ഒന്ന് കുഴമ്പായാൽ മറ്റിങ്ങനെ പൊടി ഉരുണ്ട് കളിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ഒരു കുഴമ്പ് രൂപത്തിലേക്ക് കലക്കിയെടുത്തതിന് ശേഷം കയ്യിൽ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ കടലപ്പൊടി നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. കടലപ്പൊടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഈ ശർക്കര എല്ലാം മിക്സ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ഈ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ കൂട്ടാം, കുറച്ചും കൂടി വെള്ളം കൂട്ടി നന്നായിട്ട് ഇളക്കുക. ക്ലിയറായിട്ട് ഇളകിയതിന് ശേഷം അപ്പോൾ കലക്കി വെച്ച് ചാണകത്തിലേക്ക് നമ്മൾ ഈ കടലപ്പൊടിയും ഇതും കൂടെ ഒഴിക്കുന്നു. അതിനുശേഷം ഗോമൂത്രം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഗോമൂത്രം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നു. ഈ മണ്ണ് കൂടെ ഇതിലേക്കിട്ട് ഇളക്കി ബാക്കി 20 ലിറ്ററിലേക്ക് വേണ്ട വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇത് കംപ്ലീറ്റ് എല്ലാം ഇതിലടങ്ങി 20 ലിറ്റർ വെള്ളം ഇത് ഫുള്ളായാൽ ഏതാണ്ട് 20 ലിറ്ററായി. വെച്ചതിന് ശേഷം നമ്മൾ ഈ വലത്തോട്ടൊന്ന് ഇളക്കി വെക്കുക. നന്നായിട്ട് ഇളക്കുക. വലത്തോട്ട് ഇളക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഓപ്പോസിറ്റ് ഇളക്കേണ്ട ആവശ്യമില്ല, വലത്തോട്ട് മാത്രം ഇളക്കി നല്ലോണം ഇളകിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ചണച്ചാക്കോ അല്ലെങ്കിൽ ഗാർഡൻ നെറ്റിൻ്റെ കഷ്ണമോ എന്തായാലും എയർ പാസേജുള്ള ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കുക. കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂടി വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിവസവും 2 നേരം ഒന്ന് വലത്തോട്ട് ഇളക്കി വെക്കുക എന്നുള്ളത് ഇളക്കി വെക്കണം. എന്നിട്ടാണ് 3-ാം ദിവസം 48 മണിക്കൂറിന് ശേഷം നമുക്കിത് ചെടികൾക്ക് ഒഴിക്കാവുന്നതാണ്. നാടൻ രീതിയിൽ തയ്യാറാക്കാവുന്ന വളമാണ് ജീവാമൃതം. ഇന്ത്യൻ കൃഷിശാസ്ത്രജ്ഞനായ സുഭാഷ് പാലേക്കറിൻ്റെ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിൻ്റെ ഭാഗമാണ് ജീവാമൃതം. മണ്ണിൻ്റെ അമൃതമായിട്ടാണ് ജീവാമൃതത്തെ കർഷകർ കണക്കാക്കുന്നത്. എല്ലാതരം കാർഷിക വിളകൾക്കും ജീവാമൃതം പ്രയോഗിക്കാം. മികച്ച വിളവ് ലഭിക്കാനും ജൈവ കൃഷി പിന്തുടരുവാനും
ജീവാമൃതം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ ഒരു അളവ് 20 ലിറ്റർ എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ 20 ലിറ്ററിലേക്ക് വേണ്ട 1 കിലോ ചാണകം, 1 ലിറ്റർ ഗോമൂത്രം, 200 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തത്. അതേപോലെ ഒരു പിടി മണ്ണ്, ശർക്കര 200 ഗ്രാം. ഇതിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിലും കുറച്ച് ചെയ്യുകയാണെങ്കിലും അതിന് റേഷ്യോ അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ എടുത്താൽ മതി. അത് എത്രത്തോളം വേണമെന്നുള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഈ ജീവാമൃതം നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് 3-ാം ദിവസം മുതൽ 7 ദിവസം വരെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. 7-ാം ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ഉപയോഗപ്രദമല്ല. 7 ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ടും നമ്മൾ മണ്ണിൽ ഉപയോഗിച്ചിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ജീവാമൃതത്തിൻ്റെ ഇത് പറയുന്നത്. ജൈവ കൃഷിക്കായി ഉപയോഗപ്പെടുത്താവുന്ന ജീവാമൃതത്തിൻ്റെ നിർമ്മാണ രീതികളും അതിൻ്റെ ഗുണങ്ങളും ഉൾപ്പെടുത്തിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.